മലങ്കര കാത്തലിക് ടി വിയുടെ ഹൃദയപൂർവ്വം പരിപാടിയിലെ ജോർജ് വെട്ടിക്കാട്ടിലച്ഛനുമായിട്ടുള്ള ഈ ചിന്തകളുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. അച്ഛാ, നമ്മുടെ സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ തന്നെ നമ്മൾ ടീച്ചിങ്സ് എടുത്താൽ സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നതിൽ നിന്നും ഒരു ഇൻ്റഗ്രൽ ഡെവലപ്മെൻറ്റിലേക്കുള്ള ഒരു വളർച്ച കാണാൻ സാധിക്കും. കാരണം ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ബെനഡിക്റ്റ് പിതാവ് ഒരു വിപ്ലവാത്മകമായ ചേഞ്ച് സഭയിൽ കൊണ്ടുവന്നത് സാധാരണ ടീച്ചിങ്ങിൽ നിന്നും ഒരു ഇൻ്റർനെറ്റ് ആൻഡ് ഫാമിലി എന്നുള്ള ലെവലിലേക്ക് നമുക്കൊരുപാട് ചിന്തകൾ തന്നു. എന്നാൽ ഫ്രാൻസിസ് പിതാവ് വന്നപ്പോൾ അതങ്ങനെ തന്നെ നിലനിർത്തുകയും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സമഗ്രമായ ചിന്ത നമുക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള പഠിപ്പിക്കലുകളാണ് ഈ ദിവസങ്ങളിൽ നൽകുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും സമൂഹത്തിലും നമ്മളും നടപ്പിലാക്കേണ്ടതായിട്ടില്ലേ? അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഇപ്പം ഈ കാലഘട്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒന്ന് നമ്മൾ സംസാരിച്ചതുപോലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ട് ഒത്തിരി നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അതൊരു ആഗോള പ്രതിഭാസമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പരിസ്ഥിതി മേഖലയുടെ നമ്മുടെ സമർപ്പണം. അതുകൊണ്ട് വ്യക്തികൾ, കുടുംബങ്ങൾ, രൂപതകൾ, സഭയായിട്ട് ഈ ശുശ്രൂഷയിൽ നമ്മൾ മുന്നേറണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ മേഖലയിൽ നമ്മൾ സമർപ്പിതരാകണം. മൂന്നാമത്തേത് മണ്ണ് സംരക്ഷണം. ശരിക്കും 1 ഇഞ്ച് ഏറ്റവും നല്ല മണ്ണെന്ന് പറഞ്ഞാൽ മേൽമണ്ണാണ്. മുകളിലുള്ള ഈ അരയിഞ്ച് മണ്ണാണ് ഏറ്റവും നല്ല മണ്ണ്. ഈ 1 ഇഞ്ച് മേൽമണ്ണുണ്ടാകാൻ 300 മുതൽ 3000 വരെ വർഷം എടുക്കുന്നവരാണ്. അത്രയും പ്രഷ്യസാണ് ഈ മണ്ണ്. അതുകൊണ്ട് നമ്മൾ അത് രാസവളം ഇട്ട് അല്ലെങ്കിൽ ടാർ ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ഇട്ട് ആ മേഖലയിൽ സഭ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളൊരു വലിയ ലോകത്തിന് പെട്ടെന്നുള്ള ഒരു റിസൾട്ടിന് വേണ്ടി പല കെമിക്കൽസും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലോട്ട് ഞാൻ വരാച്ച. അപ്പോൾ ആ മേഖലയിൽ സഭ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമുണ്ട്. സഭ എപ്പോഴും പറയണതാണ് പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ളത്. ശരിയാണ്. ഒരു സമയത്ത് നമ്മൾ ടാർ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തു, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തു, അതിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം താഴോട്ട് തന്നെയാണല്ലോ വെള്ളം വരുള്ളൂ. ആ പോകുന്ന സ്ഥലത്തൊന്ന് സംരക്ഷിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും. അതെങ്കിലും നമ്മൾ ഇനിയും ചെയ്യണം. താഴ്ന്ന സ്ഥലത്ത് ഈ വെള്ളം വരുമ്പോൾ വെള്ളത്തെ ഓടിച്ചു വിടുന്ന ആ സമീപനം മാറ്റി വെള്ളത്തെ താഴ്ത്തുന്ന ഒരു സമീപനം. അപ്പോൾ അച്ഛൻ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ കൃഷിയിലേക്കാണ്. ഈ വിഭവ സംരക്ഷണം, അതിൻ്റെ മുഖ്യമായ ഒരു കാര്യം നമ്മുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായിട്ടുള്ളത് കൃഷിയാണ്. ഈ സാമൂഹിക പ്രവർത്തന മേഖലയിൽ കൃഷിയുടെ മേഖല എത്രത്തോളം പ്രാധാന്യത്തോടെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്? അച്ഛാ, ഭാരതത്തിൽ തന്നെ 70% ആളുകൾ കൃഷി ആശ്രയം ജീവിക്കുന്നതാണ്. മനുഷ്യൻ സ്ഥിരതാമസം തുടങ്ങുന്നത് കൃഷി ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ്. മനുഷ്യൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് കൃഷിയോടുകൂടിയാണ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കൃഷി നമുക്കുള്ളത്. നമ്മുടെ ഇടവക്കാരെടുത്തു എല്ലാം മാർജിനലൈസ്ഡ് ഫാർമേഴ്സാണ്. നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ ഇടവക്കാരും നമ്മുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്ന ആളുകളും. അതുകൊണ്ട് തന്നെ കൃഷി നമ്മുടെ ഒരു പ്രധാന ശുശ്രൂഷാവേദിയാണ്. നമ്മുടെ എല്ലാ രൂപതകൾക്കും സോഷ്യൽ സർവീസ് സൊസൈറ്റികൾക്കും കാർഷിക മേഖലയിലുള്ള ഇടപെടലുകളുണ്ട്. കാർഷിക മേഖലയിലെ ഇടപെടലുകൾ നമ്മൾ തരംതിരിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഒരു മോണോക്രോപ്പ്, അത് നമുക്ക് എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമുക്കൊത്തിരി പ്രതിസന്ധികളുണ്ട്. എന്ന് പറഞ്ഞാൽ റബ്ബറിനെ മാത്രം ആശ്രയിക്കുക. അതിന് വരുമാനമുണ്ടോ? പൈസയുണ്ട്. അതിന് വരുമാനമില്ലേ? പൈസയില്ല. അല്ലെങ്കിൽ തേയിലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുക. അതിന് വിലയുണ്ടോ? മനുഷ്യൻ്റെ പൈസ ഉണ്ടോ? ഇല്ലെങ്കിൽ പൈസയില്ല. അതാണ് മാറി ചിന്തിക്കുന്നില്ല. മോണോക്രോപ്പിൻ്റെ ഒരു പ്രതിസന്ധി അതാണ്. രണ്ടാമത് കൃഷിയിൽ വരുന്നതാണ് ബഹുവിള സമ്പ്രദായം. എന്ന് പറഞ്ഞാൽ കുറച്ച് റബ്ബർ, കുറച്ച് കാപ്പി, കുറച്ച് കുരുമുളക്, കുറച്ച് തേയില, കുറച്ച് നെല്ല്, കുറച്ച് വാഴ, കുറച്ച് അടയ്ക്ക, അങ്ങനെ എല്ലാ കൃഷിയും ഉള്ള പുരയിടത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നിന് വില കിട്ടിയില്ലെങ്കിലും വേറൊന്നും നമുക്ക് വില കിട്ടും. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്യാൻ നല്ലത് ഒരു ബഹുവിള സമ്പ്രദായമാണ്. അതിനോട് കൂടെ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇടവിള സമ്പ്രദായം. എന്ന് പറഞ്ഞാൽ തെങ്ങ് കൃഷി ചെയ്തു, തെങ്ങിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം മുഴുവൻ വാഴ അല്ലെങ്കിൽ മരച്ചീനി അല്ലെങ്കിൽ ചേന, ചേമ്പ് അല്ലെങ്കിൽ കാച്ചിൽ, അങ്ങനെയുള്ള, അതായത് ഭൂമിയുടെ മുഴുവൻ ഉപയോഗം നടക്കണം. അതിന് ഏറ്റവും നല്ലത് ഈ ഇടവിള സമ്പ്രദായമാണ്.
ഇനി കൃഷിയെപ്പറ്റി പറയുമ്പോൾ വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് 2 രീതിയിലാണ് പ്രധാനമായിട്ടും. ഭക്ഷ്യവിളകളുമുണ്ട്, നാണ്യവിളകളുമുണ്ട്. എന്ന് പറഞ്ഞാൽ നാണ്യവിളകൾ എപ്പോഴും മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൃഷിയാണ്. അതിൽ ഇടനിലക്കാരുണ്ട്. അവിടെ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ വാഴ കൃഷി ചെയ്തു, വാഴയ്ക്കായിട്ട് തന്നെ വിൽക്കുന്നു. അതേസമയം ചിപ്സാക്കി വിറ്റ് സംസ്കരിക്കും, പ്രോസസ്സ് ചെയ്യുന്നില്ല. അത് വലിയൊരു പ്രതിസന്ധി. അതുകൊണ്ട് ഇനി നമ്മൾ ശരിക്കും ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒത്തിരി പേര് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു തൊഴിൽ കൊടുക്കാൻ വേണ്ടി പ്രോസസ്സിങ് യൂണിറ്റ്സ്, അത് കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള പ്രോസസ്സിങ് യൂണിറ്റ്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. രണ്ടാമത് ഈ ഭക്ഷ്യവിളകളെ പറ്റി പറയുമ്പോൾ ഭക്ഷ്യധാന്യ മേഖലയിൽ ഒരു സ്വയം പര്യാപ്തത നമുക്ക് ആവശ്യമാണ്. കേരളം ശരിക്കും പറഞ്ഞാൽ ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്, ഉപഭോഗ സംസ്ഥാനമാണ്. നമുക്ക് ആവശ്യത്തിന് പാലില്ല, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയില്ല, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയില്ല, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. അതുപോലെ എല്ലാം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ മേഖലകളിലൊക്കെ ഒരു സ്വയം പര്യാപ്തത, എൻ്റെ ഭക്ഷണം എൻ്റെ വീട്ടുമുറ്റത്ത്, നമ്മുടെ പല സൊസൈറ്റികളും ഈ ആശയത്തിൽ പ്രചരിപ്പിക്കുന്നു. അപ്പം നമ്മുടെ സഭയ്ക്ക് ഈ മേഖലയിൽ കുറച്ച് സംഭാവനകൾ ചെയ്യാൻ സാധിച്ചേക്കും. കാരണം കുരിശുമല ആശ്രമത്തിൽ പണ്ട് ഇമ്പോർട്ട് ചെയ്ത പശുക്കളാണ് ഉണ്ടായിരുന്നത്. കുരിശുമല ആശ്രമം നമ്മുടെ കേരളത്തിനൊരു മാതൃകയായി. ഒരുപക്ഷെ അച്ഛന് കുറച്ച് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. നമ്മൾ മലങ്കര സഭ പൊതുസമൂഹത്തിന് കൊടുത്ത കുറേ മോഡൽസ് ഉണ്ട്. പറയാച്ചാ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആശ്രമങ്ങളും നമ്മുടെ മഠങ്ങളൊക്കെ ഈ സ്വയം പര്യാപ്തതയുടെ വലിയൊരു മാതൃകയായിരുന്നു. ഇപ്പോഴും ഒരു പരിധിവരെ അങ്ങനെയാണെന്ന് പറയാൻ സാധിക്കുമോ? സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ പഴം സ്വയം പര്യാപ്തയായിരുന്നു നമ്മുടെ ആശ്രമങ്ങളെല്ലാം. അതെ. പാലുൽപ്പന്നങ്ങൾ സ്വയം പര്യാപ്തതയായിരുന്നു. കോഴിമുട്ട സ്വയം പര്യാപ്തതയായിരുന്നു. ആവശ്യത്തിനുള്ള മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ സ്വയം പര്യാപ്തതയായിരുന്നു. അപ്പോൾ നമ്മുടെ ആശ്രമങ്ങളൊക്കെ അങ്ങനെ ഒരു വലിയ മോഡലാണ് ലോകത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ കാലാവസ്ഥാ വ്യതിയാനം, തൊഴിലാളി ക്ഷാമം, അതുകൊണ്ടൊക്കെ ഒത്തിരി പ്രതിസന്ധി അവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുറേയൊക്കെ പുറകോട്ട് പോയിട്ടുമുണ്ട്. അച്ഛൻ കുരിശുമല ആശ്രമം റെഫർ ചെയ്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ തിരുവല്ല രൂപതയുടെ കീഴിലുള്ള ഒരു ആശ്രമമാണ് കുരിശുമല ആശ്രമം. അവിടുത്തെ ഫ്രാൻസിസ് ആചാര്യയാണ് ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഹൈബ്രിഡ് പശുക്കളെ കേരളത്തിൽ കൊണ്ടുവന്നതും പിന്നീട് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും ഈ ബ്രീഡിംഗ് സ്റ്റേഷനൊക്കെ വന്ന് നമ്മുടെ സമൂഹം മുഴുവൻ ഇത്രയും ഹൈബ്രിഡ് പശുക്കൾ ഉണ്ടാകാനുള്ള കാരണം ഈ ആശ്രമമായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ സഭയ്ക്കും ഈ രൂപതയ്ക്കൊരു പങ്കുണ്ട്. അതിനു മുമ്പ് ഈ നാടൻ വെറൈറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 ഗ്ലാസ് പാല്, 1 ലിറ്റർ പാല്. അത് ശരിക്കും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു വരുമാനമായിട്ട് ഈ ലൈഫ് സ്റ്റോക്ക്, മൃഗപരിപാലനം, പശുപരിപാലനം കൊണ്ടുവരുന്നതിൽ നമ്മുടെ സഭയും നമ്മുടെ ആശ്രമവും ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ അച്ഛൻ നേരത്തെ പറഞ്ഞ ഈ ഭക്ഷ്യമേഖലയിലും ഈ രാസവളവും വിഷത്തിൻ്റെ കാര്യം അച്ഛൻ റെഫർ ചെയ്തു. അതുകൊണ്ട് ഇനിയെങ്കിലും കേരളത്തിൽ ഒരു വർഷം 1.5 ലക്ഷം പുതിയ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാകുന്നു. ജീവിതശൈലി രോഗങ്ങൾ ഓരോ ദിവസവും കൂടി വരുന്നു. എന്താണ് കാര്യം? നമ്മുടെ ഭക്ഷണം വിഷം നിറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലോ പോയ്സണിങ് എന്നതിന് പറയുക ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരല്പം വിഷം കഴിക്കും, ഉച്ചയ്ക്ക് ലഞ്ചിനും ഒരല്പം വിഷം കഴിക്കും, അത്താഴത്തിനും അല്പം വിഷം കഴിക്കും. ഈ വിഷം തിരുമേനിക്കും കൊടുക്കും, അച്ഛനും കൊടുക്കും. ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്നത് വലിയ പാതകമായിട്ട് പറയുന്നത്. ഇത് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വിഷം കഴിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിനൊരു മാറ്റം വരണം, വന്നേ മതിയാവൂ. അതുകൊണ്ട് നമ്മുടെ സഭയായിട്ട് നമ്മൾ ചിന്തിക്കണം, വിഷവിമുക്ത ഭക്ഷണം. ശരിക്കും ഒരു പഴമൊഴിയില്ലേ, എന്താണ്? നമ്മുടെ അടുക്കളയാണ് ഏറ്റവും നല്ല ആശുപത്രി, അമ്മയാണ് ഏറ്റവും നല്ല ഡോക്ടർ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല മരുന്ന്. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പോലെ ഉണ്ട്. അച്ഛൻ ഈ പറഞ്ഞ ചിന്തകൾ എന്നെ ആരോഗ്യ മേഖലയെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. കാരണം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഭക്ഷണ രീതിയും നമ്മുടെ ഒരു പ്രത്യേകമായ ശൈലി ജീവിതവും ഇതുമെല്ലാം ആരോഗ്യ മേഖലയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്.
ഈ കൃഷിയുടെ ഈ ചിന്തകൾക്ക് ഒപ്പം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഈ ആരോഗ്യ മേഖലയിൽ എത്രമാത്രം നമ്മുടെ ഒരു സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന ഒരു സെക്ടറിലേക്ക് പോകുമ്പോൾ, കാരണം മറ്റ് പലരും മടിച്ചു നിന്ന സമയത്ത് ഗ്രിഗോറിയസ് പിതാവിൻ്റെ കാലത്ത് തന്നെ ഇവിടെ കുഷ്ഠരോഗ ആശുപത്രി തുടങ്ങി. തുടർന്ന് അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് എന്ന നിലയിൽ എല്ലാവരും മാറ്റിവെച്ച പാർശ്വവൽക്കരിക്കപ്പെട്ട എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഹോം തുടങ്ങി. അങ്ങനെ എണ്ണമറ്റ അഗതി മന്ദിരങ്ങൾ സഭ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയുന്നത്? നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഒരു പുഷ്പഗിരി മാത്രം എടുത്തു കാണിച്ച് അതിൻ്റെ ചില വശങ്ങൾ മാത്രം എടുത്തു കാണിച്ച് പൊളിറ്റിക്കൽ കുറേ ഗിമ്മിക്സ് ഇവിടെ നടക്കാറുണ്ട്. അതിൻ്റെ അപ്പുറം വളരെ ബേസിക് ലെവൽ സാധാരണ മനുഷ്യരോടൊപ്പം പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അച്ഛൻ അതൊന്ന് വിശദീകരിക്കാമോ? മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അവൻ്റെ ആത്മാവും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. രണ്ടും നശിച്ചു പോകാൻ പാടില്ല. നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ആരോഗ്യമേഖലയിലെ ഇടപെടലുകളെല്ലാം നമ്മൾ തരംതിരിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ഹെൽത്ത്, രോഗം വരാതെ നോക്കുക, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് ക്യൂറേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ഹെൽത്ത്, അസുഖം വന്നാൽ ചികിത്സിക്കുക. മൂന്നാമത്തേതാണ് പ്രൊമോട്ടീവ് ആസ്പെക്റ്റ് ഓഫ് ഹെൽത്ത്, ആരോഗ്യ പരിപോഷണം, ആ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി നാലാമത്തേതാണ് റിഹബിലിറ്റേഷൻ, ആരോഗ്യ മേഖലയിൽ. ഈ 4 മേഖലയിലുള്ള പ്രവർത്തനങ്ങളും അതിനുള്ള സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ സഭയിലുണ്ടെന്നുള്ളതാണ്. രോഗപ്രതിരോധ രംഗത്തെ പ്രവർത്തനങ്ങൾ, അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്താണ്. പണ്ട് അപ്രേമിതാവ് കൊണ്ടാകുമ്പോൾ ഹെൽത്ത് ഫോർ മില്യൺ എന്ന് അങ്ങനൊരു പ്രോജക്റ്റ് കൊണ്ടാകും ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആരോഗ്യം. അതുകൊണ്ട് നമ്മൾ ആശുപത്രി നമുക്ക് ഇല്ലെങ്കിലും അധികം നമ്മൾ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുമായിരുന്നു. പള്ളികളിലേക്ക് ചെന്ന്, ഗ്രാമങ്ങളിലേക്ക് ചെന്ന്, എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് അത് നമ്മുടെ ഒരു പ്രധാന അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു കമ്മ്യൂണിറ്റി ഹെൽത്ത്. അതായത് പിന്നീട് അച്ഛൻ നമ്മൾ പറഞ്ഞ ഈ റീഹബിലിറ്റേഷൻ്റെ മേഖല വന്നപ്പോഴാണ് നമുക്ക് കുഷ്ഠരോഗ ആശുപത്രിയുണ്ട്, നമ്മൾ എയ്ഡ്സ് പേഷ്യൻസിനെ നമ്മൾ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ മാനസിക രോഗികളെ നമ്മൾ സംരക്ഷിക്കുന്നു, അതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ നമുക്കുണ്ട്. അതുപോലെ ആരോഗ്യ പരിപോഷണം നമ്മളിനി വളരെ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി, ഒരു പ്രത്യേകതയുള്ളത് ഈ കുഷ്ഠരോഗ ആശുപത്രിയും അല്ലെങ്കിൽ എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്നതും സത്യത്തിൽ ഇത് വളരെ സൈലൻ്റായിട്ട് നമ്മൾ ചെയ്യുന്ന മിഷൻസാണ്. ഇങ്ങനെ സ്ഥാപനങ്ങൾ ഉള്ളതായിട്ട് പോലും പൊതുസമൂഹത്തിന് അറിയത്തില്ല. സഭയുടെ ഒരു ശക്തമായ ഒരു ബേസിക് കൺവിക്ഷൻ നിന്നുള്ള ഇത്തരത്തിലുള്ള ഇത് സത്യത്തിൽ പൊതുസമൂഹം അറിയേണ്ടതല്ലേ? അവർക്കതൊരു പ്രചോദനമാകുന്നതിന് വേണ്ടിയെങ്കിലും. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയാം. നമ്മളൊരു നീഡ് ബേസ്ഡ് അപ്രോച്ച്, ഇഷ്യൂ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു, അതുപോലെ റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ഞാൻ പറഞ്ഞു. അതിൻ്റെ തുടർന്ന് 4ാമത്തെ ഒരു അപ്രോച്ചുണ്ട്, എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച്. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് അത് തെളിവ് ഇന്ന് ലോകത്തിന് കൊടുക്കണം. നേരത്തെ അച്ഛനോട് ചോദിച്ചാണ് ഈ ആധുനിക കാലത്ത് നമ്മുടെ ഒരു ആഭിമുഖ്യം എന്തായിരിക്കണം എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യമെല്ലാം കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യണം. ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താ? അതൊരു എഴുതപ്പെട്ട ചരിത്രമാണ്. അത് പൊതുസമൂഹത്തിന് പഠിക്കാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്തു എന്ന് നാളത്തെ സമൂഹത്തോട് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഈ പുസ്തകം സംസാരിച്ചോളും, സാക്ഷ്യപ്പെടുത്തും. അതാണ് ഒരു ഡോക്യുമെൻറ്റിൻ്റെ പ്രത്യേകത. അതാണ് നമ്മളൊക്കെ മരിച്ചു പോകും. മരിക്കാത്തത് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഡോക്യുമെൻറ്റ്സ് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാ രൂപതകളും സൊസൈറ്റികളും നമ്മുടെ ശുശ്രൂഷ വേദികളെല്ലാം ഇനിയത്തെ കാലം ഡോക്യുമെൻ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. ഡോക്യുമെൻറ്റേഷന് നല്ല ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് അതിനോട് ചേർത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. ആ മേഖലയിൽ നമ്മൾ വളരെ മോശമാണെന്ന് തോന്നുന്നു ഡോക്യുമെൻ്റൽ ആയിട്ട് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ നമ്മൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ഇന്നത്തെ ലോകത്തിന്
കുറച്ച് ചെറിയൊരു സഹായം ചെയ്ത് വലിയ പേരെടുക്കുന്ന ഒരു ലോകമാണ്. അതിൽ നിന്നും ഇത്രയും വലിയ സഹായങ്ങൾ, വലിയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അതൊന്നും അറിയപ്പെടാതെ പോകുന്ന ഒരു സഭാ ശുശ്രൂഷയായിട്ട് ഇത് മാറിയിരിക്കുന്നു. കഴിയുന്ന തരത്തിൽ അത് ഡോക്യുമെൻ്റായിട്ട്, അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടി അത് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്നത് വളരെ പ്രയോജനകരമാണ്. നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യവുമാണ്. പഠിക്കാൻ വരുന്ന തലമുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് പഠിക്കാനുള്ള അവസരമാണ്. അതെ, ഡോക്യുമെൻ്റാണ് പൊതുസമൂഹമായിട്ട് നമ്മൾ സംവാദിക്കുന്ന ഒരു മീഡിയം കൂടിയാണ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതിൽ നമ്മൾ മുന്നോട്ട് പോകണം. അച്ഛൻ പറഞ്ഞ നമ്മുടെ ആരോഗ്യ മേഖലയിലെ ശുശ്രൂഷയെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷനോട് വന്നത്. നമ്മൾ ഒരു കുഞ്ഞ് സഭയാണെങ്കിൽ പോലും ആദ്യമായിട്ടൊരു മെഡിക്കൽ കോളേജിനെ പറ്റി ചിന്തിക്കാൻ നമുക്ക് പറ്റിയെന്നുള്ളതാണ്. അതുതന്നെ നമ്മുടെ സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയും ആരോഗ്യ മേഖലയിലുള്ള നമ്മുടെ ഇടപെടലുകളും നമ്മുടെ പിതാക്കന്മാരുടെ ദർശനത്തിൻ്റെയൊക്കെ ഒരു അടയാളമായിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. രോഗപ്രതിരോധ രംഗത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. രോഗം വന്നാൽ ചികിത്സിക്കാൻ നമുക്ക് പരിമിതമായ ആശുപത്രി സംവിധാനങ്ങളുമുണ്ട്. അതുപോലെ തന്നെ റീഹബിലിറ്റേഷൻ നടത്തേണ്ട ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയും നമുക്ക് നമ്മുടെ സഭയ്ക്കുണ്ട് എന്നുള്ളത് വലിയ ഒരു അഭിമാനത്തിന് വക നൽകുന്ന കാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അച്ഛാ, നമ്മൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യേണ്ട മറ്റൊരു മേഖല സ്ത്രീകളും കുട്ടികളുമാണ്. ഒരു പക്ഷേ അവർ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് കുറേ കാലം മുമ്പ് കണക്കാക്കിയിരുന്നു. ഈ അടുത്ത കാലത്താണ് സർക്കാരും NGOസും പല വിഭാഗങ്ങളും അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. എന്നാൽ മാർവനേസ് പിതാവിൻ്റെ കാലത്ത് തന്നെ സഭയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതും അവർക്ക് നന്മകൾ പകർന്നു കൊടുക്കുന്നതും ഒരു മെയിൻ സഭയുടെ ഒരു മെയിൻ കൺസേൺ ആയിട്ട് തന്നെയാണ് മാർവനേസ് പിതാവ് കണക്കാക്കിയിരുന്നതും തൻ്റെ ലേഖനങ്ങളിലൂടെ അത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളോടുള്ള മനോഭാവം. അച്ഛൻ ആ മേഖലയെക്കുറിച്ചൊന്ന് കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാമോ? നമ്മുടെ സാമൂഹിക ഇടപെടലുകളെല്ലാം ഒന്നാമതായിട്ട് അതിൻ്റെ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. സ്ത്രീ ശാക്തീകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. ഭിന്നശേഷിക്കാരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ള പ്രവർത്തനം നമുക്കുണ്ട്. അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും. അച്ഛൻ, എനിക്ക് തോന്നുന്നു അച്ഛൻ ഈ പറഞ്ഞ മേഖലകൾ ഓരോന്നും സർക്കാരുകൾക്കും മറ്റ് സമൂഹങ്ങൾക്കും മാതൃകയായത് നമ്മുടെ സഭയിൽ നിന്നാണെന്ന് തോന്നുന്നു. നമ്മളത് പരിശോധിച്ചാൽ ചരിത്രം അത് തെളിയിക്കും. നമുക്കൊരു പരിധി വരെ നമുക്കതിൻ്റെ അകത്തൊരു മുഖ്യ പങ്കുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അച്ഛൻ ചോദിച്ച ചോദ്യത്തിലൂടെ ഞാൻ തിരിച്ചു വരാം. മാർവനേസ് പിതാവിൻ്റെ കാലം മുതൽ കുട്ടികളോടും സ്ത്രീകളോടും ഉള്ള അവരുടെ ശാക്തീകരണ മേഖലയിൽ ഒന്ന് UN ഡിക്ലറേഷൻ കൊണ്ട് ചൈൽഡ് റൈറ്റ്സ്, അതൊക്കെ പണ്ടേ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെയും അതുപോലെ നമ്മുടെ പള്ളിയിലും ഒക്കെ നടപ്പിലാക്കുന്നതിന് പിതാക്കന്മാർ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അപ്രോച്ച് അവർ സ്വീകരിച്ചിട്ടുണ്ട്. മാർവനേസ് പിതാവിനെ ദൈവദാസൻ മാർവനേസ് പിതാവ് ആയിട്ട് നമ്മളിപ്പോൾ വിളിക്കുന്നു. പിതാവ് വിശുദ്ധനായി കാണാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. പിതാവിന് മറ്റൊരു പേര് വിളിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രവാചകൻ എന്നൊരു പേര് മാർവനേസ് പിതാവിന് കൊടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 1930കളിൽ അതിനു മുൻപ് പിതാവ് സെറാംപൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ, വനിതകളെ കൽക്കട്ടായി കൊണ്ടുപോയി അന്ന് അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്ത് തിരികെ അവരെ നാട്ടിൽ കൊണ്ടുവന്ന് സമൂഹത്തിൽ പ്രവർത്തിക്കാനുള്ള ആ ഒരു ദർശനം. പക്ഷേ അതും പഠിപ്പിച്ചത് പിതാവിൻ്റെ ചെലവിൽ. പിതാവിന് കിട്ടുന്ന ശമ്പളം പിതാവ് അതിനുവേണ്ടി വിനിയോഗിച്ചു. വീണ്ടും 2 സന്യാസിനി സമൂഹങ്ങൾ, DM കോൺഗ്രിഗേഷനും ബഥനി മിശിഹാനീകരണ സന്യാസിനി സമൂഹം, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മാത്രം പിതാവ് ആ ലക്ഷ്യത്തിൽ തുടങ്ങിയതാണ്. കുടുംബ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാസ്റ്ററൽ കെയർ, അതായത് പിതാവിൻ്റെ സ്വപ്നം. അപ്പോൾ സ്ത്രീകളെ ശാക്തീകരിക്കുന്ന വഴിയായിട്ട് ഒരു കുടുംബം മുഴുവൻ നവീകരിക്കപ്പെടും എന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ദർശനം. അപ്പോൾ ആ ദർശനത്തിലാണ് പിതാവ് സ്ത്രീ ശാക്തീകരണ മേഖലയിൽ
അന്നേ അങ്ങനെയൊക്കെ ചിന്തിച്ചത്. കാരണം കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവരുടെ നിലവാരം എന്തായിരുന്നു, അവസ്ഥ എന്തായിരുന്നു, പിതാവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സഭയിലെ വനിതകളെ മുന്നിലോട്ട് കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാരൊക്കെ ഒത്തിരി വന്നു, സംവരണമൊക്കെ ആയി സ്ത്രീകൾക്ക്. വനിതാ വികസനം എന്നാണോ നമ്മളിപ്പോൾ പറയേണ്ടത്, അതോ വികസനത്തിൽ വനിതകൾ എന്നാണോ പറയേണ്ടത്? കാരണം വനിതകളുടെ ഒരു മുന്നേറ്റം എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റികളിലൂടെ നമ്മുടെ സ്റ്റാഫായിട്ടുള്ളവർ, നമ്മുടെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവർ ഒത്തിരി പേരിന്ന് പൊതുസമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ നേതൃത്വത്തിലേക്ക് നമ്മൾ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു. നമ്മുടെ സാമൂഹിക ശുശ്രൂഷകളിലൂടെ വളർന്നു വരുന്ന വനിതകളുടെ ആ മോഡലാണ് പലപ്പോഴും ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ മാറ്റം, കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പൊതുസമൂഹത്തിന് കൊടുക്കാൻ ഈ നമ്മുടെ ഈ ചെറിയ സഭയാണെങ്കിലും ഇതിനോടകം നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ നന്മ, സ്ത്രീ ശാക്തീകരണം, അത് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ്. ആ മേഖലയിലുള്ള ഒത്തിരിയും നല്ല വികസന മുന്നേറ്റം പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഈ മാനവശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരുപാട് സമ്പത്ത് നമ്മൾ ചെലവാക്കി പ്രവർത്തിക്കുന്ന ഒരു മേഖല അത് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ അതിൻ്റെ പദ്ധതികൾ ഒരുപാട്, എനിക്ക് തോന്നുന്നു അച്ഛൻ KCBCയുടെ നേതൃത്വത്തിൽ 6 വർഷക്കാലം ഇരുന്നു. ആ സമയത്ത് ഉണ്ടായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതുമായി ചേർത്ത് വെച്ച് ഇതൊന്ന് വിശദീകരിക്കാമോ? ഞാൻ KCBCയിൽ ഉണ്ടായിരുന്ന അതിന് JPD കമ്മീഷൻ ഉണ്ടായിരുന്ന സമയത്താണ് നിർഭാഗ്യവശാൽ 4 ദുരന്തങ്ങളാണ് എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഒന്ന് 2017 പ്രളയം, മഹാപ്രളയം, 2018 പ്രളയം, 2019 വീണ്ടും പ്രളയം, 2020 തുടങ്ങിയപ്പോഴത്തേനും COVID-19 അതിൻ്റെ പ്രാരംഭത്തിൽ. അപ്പോൾ ഇവിടെ എല്ലാം വളരെ നിർണായകമായ ഒരു പങ്ക് കേരള സഭയ്ക്ക്, അതോടൊപ്പം മലങ്കര സഭയ്ക്കും നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടി നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനിക്കത്തിന് വലിയ വക നൽകുന്നു. ഈ ദുരന്തങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെയും സഭയുടെയും സമൂഹത്തിൻ്റെയും നന്മ ഈ സമൂഹത്തിന് ദർശിക്കാൻ സാധിച്ചു ഈ സമയത്ത്. അപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ അത് കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് ഒന്ന് ഒരു അനുഭവത്തിൻ്റെ രീതിയിൽ ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. നമുക്ക് എല്ലാം ഉണ്ട്. നല്ല വീടും, ആവശ്യത്തിന് കൃഷിയിടവും, നല്ല വണ്ടിയും, ആവശ്യത്തിന് ഡ്രസ്സും ആഭരണങ്ങളും, ബാങ്ക് ബാലൻസ് എല്ലാം ഉണ്ടെന്ന് കരുതി എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് പ്രളയം വരുന്നത്. ഉടുതുണിക്കും മറുതുണിയില്ലാതെയാണ് ഇതെല്ലാം ഉള്ള ആളുകൾ വെള്ളത്തിൽ കയറി വരുന്ന ദയനീയമായ അതിദാരുണമായ കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അത് ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോൾ ഒരു ഷോക്കാണ്, സങ്കടമാണ്. അമ്മമാരും കുട്ടികളും പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ചുമന്ന് കയറ്റി വലിയ വെള്ളത്തിൽ നിന്ന് കയറ്റിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴെല്ലാം കേരളത്തിലെ 90% സിറ്റികളും വെള്ളം കയറും തെളിയിച്ചു. തിരുവനന്തപുരം ടൗൺ, തിരുവല്ല ടൗൺ, ചങ്ങനാശ്ശേരി, കോട്ടയം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, അങ്ങ് കണ്ണൂർ, എല്ലാ ജില്ലയിലും എല്ലാ മേജർ സിറ്റീസും വെള്ളത്തിനടിയിലാവുന്ന പ്രളയങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ആവശ്യം വേണ്ട എന്താണ്? അവരെ കൊണ്ടുപോയിട്ട് സേഫായിട്ട് സുരക്ഷിതമായ സ്ഥലത്ത് പാർപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, മരുന്ന് കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. അത് നമ്മൾ ഭംഗിയായിട്ട്, അതാണ് ഒരു ദുരന്തമുഖത്ത് അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം. ഒരു റെസ്ക്യൂ, രക്ഷപ്പെടുത്തി കൊണ്ടുവന്നവരെ ഈ രീതിയിൽ അവരെ ക്യാമ്പിലൊക്കെ സംരക്ഷിക്കുക. അതിനോട് കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഒരു ദുരന്തം കാണാത്ത കുട്ടികൾ, ആളുകൾ, അവർക്ക് മനസ്സിന് ബലം കൊടുക്കണം. അപ്പോൾ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ്
സിറോ മലബാർ സഭയിൽ ഒത്തിരിയുണ്ട്. നമ്മുടെ സഭയിൽ കുറേ കൂടെ സിസ്റ്റേഴ്സ്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നമ്മുടെ മേഖലയാണ്. സിസ്റ്റേഴ്സ് കുറച്ചുകൂടെ ആ മേഖലയിൽ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ഇന്നത്തെ കുടുംബങ്ങളിൽ ഒത്തിരി ഫാമിലി പ്രോബ്ലം ഉണ്ട്. അവിടെയും നമുക്ക് ഒത്തിരി സഹായിക്കും ട്രെയിൻഡ് ഇങ്ങനെ കൗൺസിലേഴ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ അത് നന്നായിട്ട് നൽകി എന്നുള്ളതാണ്. പിന്നെ ഈ ആളുകളെ എങ്ങനെ പുനരധിവസിപ്പിക്കാം, അതിന് നമ്മുടെ സഭയും കേരള സഭയും ഭാരത സഭയും ഒരുമിച്ച് നിന്ന് ചിന്തിച്ചു. നമ്മുടെ ഗവൺമെൻറ്റിന് പോലും നല്ല ഒരു മോഡൽ പുനരധിവാസ മേഖലയിൽ നമ്മൾ കൊടുത്തു. അവിടെ വീട് വേണ്ടവർക്കെല്ലാം വീട് കൊടുത്തു. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ജീവനോപാധികൾ അത് വേണ്ടവർക്ക് ഒത്തിരിയും നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. വരുമാന വർധനവിനുള്ള പദ്ധതികൾ നിർവഹിക്കാനായിട്ട് സാധിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദുരന്തം ഉണ്ടായാൽ എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഒരു റെസിലിയൻറ്റ് കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് നമ്മുടെ ആളുകളെ അതിനു വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും വരാം, വന്നാൽ എങ്ങനെ നമ്മൾ അതിനെ പ്രതിരോധിക്കണം, അതിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് ജനപ്രതിനിധികൾ, സർക്കാർ, സഭ എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ നീങ്ങേണ്ട ഒരു കാലമാണിത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സമൂഹ നിർമ്മിതി ആയിരിക്കണം നമ്മുടെ ഇനിയുള്ള ഒരു ലക്ഷ്യം. അതുപോലെ ദുരന്തത്തിന് വലിയ സാധ്യതകളുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി താമസിക്കണം, അല്ലാതെ പറ്റൂല. അതും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. വീണ്ടും അച്ഛൻ പറഞ്ഞ മനുഷ്യ വിഭവം നമ്മുടെ എല്ലാ സാമൂഹിക വികസന ഇടപെടലുകളുടെയും കേന്ദ്രബിന്ദു മനുഷ്യനാണ്. ഞാൻ നേരത്തെ പരിസ്ഥിതിയെപ്പറ്റി പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ മറന്നുകൊണ്ടുള്ള പരിസ്ഥിതി സംരക്ഷണമോ പരിസ്ഥിതിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മനുഷ്യനെ അവഗണിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണം, ഇത് രണ്ടും ഒരുപോലെ ഹാനികരമാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി നമുക്ക് ആവശ്യമാണ്, അതുപോലെ മനുഷ്യനും നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ശരിക്കും അടുത്ത കാലത്ത് പരിസ്ഥിതിയും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാർഷിക മേഖലകളും പറയപ്പോഴും വലിയൊരു കോൺഫ്ലിക്റ്റ്, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റാണ്. എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം കൃഷിയിടങ്ങളിലേക്ക് ജീവിക്കാൻ വയ്യ. നമ്മുടെ കുടിയേറ്റ മേഖലയിലും മലയോര മേഖലകളിലുള്ള മനുഷ്യർക്ക് ഒരു വലിയ പ്രതിസന്ധിയാണത്. അതുകൊണ്ട് നമ്മളും സഭയായിട്ടും പൊതുസമൂഹമായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വലിയ വിഷയമാണ് അതും. അപ്പോൾ മനുഷ്യനെ കേന്ദ്രീകരിച്ച് മനുഷ്യൻ്റെ ശേഷി വർദ്ധിപ്പിക്കുക, അതാണ് മനുഷ്യ വിഭവ ശേഷി വർധനവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ആരോഗ്യം കൊടുക്കുക, നല്ല ആഭിമുഖ്യങ്ങൾ കൊടുക്കുക. അങ്ങനെ അന്തസ്സുറ്റ ഒരു സമൂഹ സൃഷ്ടി. നമ്മുടെ സോഷ്യൽ വർക്കിൻ്റെ എല്ലാം പ്രധാന ലക്ഷ്യം ഒന്ന് ദൈവരാജ്യ പ്രഘോഷണമാണ്. അതോടൊപ്പം തന്നെ നല്ല ഒരു രാഷ്ട്രത്തിൻ്റെ പൗരന്മാരായിട്ട് കൂടെ നമ്മുടെ ആളുകൾ ജീവിക്കണം. അതിനുവേണ്ടിയുള്ള നിക്ഷേപം അത് ആളുകളിലാണ്, നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ യുവജനങ്ങളിലാണ് നമ്മൾ നിക്ഷേപിക്കുക. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള അവരുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള, കപ്പാസിറ്റി ബിൽഡപ്പ് ചെയ്യാനുള്ള ധാരാളം പദ്ധതികൾ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് മറ്റിതര ഏജൻസികളുമായിട്ട് സഹകരിച്ച് നമ്മുടെ രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റികൾ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അച്ഛാ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കിക്കൊണ്ട് സഭയുടെ തലവനും പിതാവുമായ ബസിലിയോസ് ക്ലീമീസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ ഈ അവസാനം പറഞ്ഞ ഒരു കാര്യം, മറ്റ് പല സംഘടനകളുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും ഒക്കെ സഹകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സഭയുടെ ഈ കാലഘട്ടത്തിൽ ഉള്ള ആ പ്രാധാന്യവും അതിനനുസരിച്ചുള്ള കുറച്ച് പ്രവർത്തനങ്ങളും ഒന്ന് പോയിൻ്റ് ചെയ്യാമോ? കാരണം ഒരുപാട് ചേഞ്ചസ് ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ ആവശ്യങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട്. അപ്പോൾ ക്ലീമീസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മാധ്യമങ്ങളും പൊതുസമൂഹങ്ങളും സർക്കാരുമെല്ലാം അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ അതിൽ ചിലതെങ്കിലും ഒരു മോഡലായിട്ട്, പ്രത്യേകിച്ച് വിശപ്പ് രഹിത നഗരം എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഡൽഹിയിൽ ബർണബാസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇത് തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നതോ അറിയാത്തതോ ആയിട്ടുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിന് മുഴുവനും വേണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലേ? കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ലേ അത്? നമ്മുടെ സഭയുടെ സാമൂഹിക വികസന ഇടപെടലുകൾക്കെല്ലാം ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് സോഴ്സ്. ഒന്ന് കാത്തലിക് സോഷ്യൽ ടീച്ചിങ്സാണ്.
അതിൻ്റെ അകത്തൊരു പ്രധാന ആശയമാണ് ഓപ്ഷൻ ഫോർ ദ പുവർ. പുവർ പാവങ്ങളോട് പക്ഷം ചേരുക, വിശക്കുന്നവനോട് പക്ഷം ചേരുക. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് സ്വർഗരാജ്യ പ്രവേശനത്തിന് സഹായിക്കുമെന്നാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ പോലും നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ രൂപതകൾക്കും അങ്ങനെയുള്ള പദ്ധതികളുണ്ട്. വിശപ്പ് രഹിത വയനാട് ബത്തേരിയിലുണ്ട്. ബാബ തിരുമേനിയുടെ ജൂബിലിയുടെ നിലമ്പൂർ ഇതേപോലെ ഫ്രീ ആയിട്ട് ആർക്കെല്ലാം ഭക്ഷണം വേണോ അവർ കുറേ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമുണ്ട്. തിരുവനന്തപുരം സിറ്റിയിൽ അതേ പ്രവർത്തനം നടക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പല അഗതി മന്ദിരങ്ങളിലും നമ്മുടെ ആളുകളാണ് ഭക്ഷണം കൊടുക്കുന്നത്. അത് ബർത്ത്ഡേ വരുമ്പോൾ, ജന്മദിനം വരുമ്പോൾ, അല്ലെങ്കിൽ അടിയന്തരം വരുമ്പോൾ ഭക്ഷണം പങ്കുവയ്ക്കുന്നത് ഒരു വലിയ നന്മയായിട്ടും പുണ്യമായിട്ടും നമ്മുടെ സഭാമക്കളത് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു നല്ല മോഡൽ ഡൽഹിയിൽ ബർണവാസ് തിരുമേനിക്ക് COVID-19 അതിൻ്റെ പ്രതിരോധം ഈ രംഗത്തൊരു അവാർഡ് പോലും കിട്ടിയതായിട്ട്. കാരണം പിതാവിൻ്റെ അരമനയുടെ വാതുകൾ ആയിരക്കണക്കിന് മനുഷ്യനാണ് ദിവസവും ഭക്ഷണത്തിനായിട്ട് വന്ന് ഇരിക്കുന്നത്. ബർണവാസ് തിരുമേനിയുടെ കൂടെ വന്നിട്ട് ഞാൻ ഡൽഹിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കാണാത്ത അതിദാരുണമായൊരു കാഴ്ച അവിടെ കണ്ടിട്ടുണ്ട്. വലിയ ഈ ട്രാഫിക് ജംഗ്ഷനിലൊക്കെ ഈ പിള്ളേർ വന്ന് വയറ്റത്തടിച്ച് പാട്ട് പാടുക, വണ്ടി കാറിന് മുന്നേ വന്ന് തലയും കുത്തി സർക്കസ് കാണിക്കുക, എന്നിട്ട് കൈ നീട്ട്, ഒരു ദാരുണമായ കാഴ്ചയാണത്. കേരളത്തില്ല. അവിടെയാണ് നമ്മുടെ സഭയുടെ ഒരു വലിയ തനിമ. നമ്മൾ ഒരു ഇടവകകൾക്കപ്പുറം, രൂപതകൾക്കപ്പുറം ഒരു സഭയായിട്ട് നിന്ന് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മുടെ സഹായഹസ്തങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു വലിയ അത് മിഷൻ സപ്പോർട്ട് ചെയ്യുന്ന നടപടികൾ, അങ്ങനെ ഒരു നല്ല മാതൃക നമുക്കുണ്ടെന്നുള്ളത് നമ്മുടെ സഭയുടെ മാത്രം ഒരു സവിശേഷതയും തനിമയുമാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ഓപ്ഷൻ ഫോർ ദ പുവർ അത് സഭയുടെ ഈ അടിസ്ഥാന പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദുരന്തമുഖത്തും അതിനു മുൻപും ഗ്രിഗോറിയോസ് പിതാവിടെ പരാമർശം പറയേണ്ടായി. ശരിക്കും ഈ ലോ കോസ്റ്റ് ഹൗസിങ് ശരിക്കും കേരളത്തിൽ നമ്മളാണ് അങ്ങനെ ഒരു ആശയം കൊടുത്തതൊക്കെ. അപ്പോൾ ലാറി ബേക്കറിനെ കൊണ്ടുവരുന്നത് നമ്മുടെ തിരുവല്ല കത്തീഡ്രൽ പണിയിച്ചതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെയുള്ള നല്ല മാതൃകകൾ സൃഷ്ടിക്കുന്നതിനും സമൂഹത്തിന് കൊടുക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു സഭയായിട്ടാണ് നമ്മളതെല്ലാം നിർവഹിക്കുന്നത്. ഇനി നമ്മുടെ തിരുമേനിമാരുടെ എല്ലാം നാമഹേതുക തിരുനാളെടുത്ത് ചോദിക്കും. ഒരു പ്രാവശ്യം ക്യാൻസർ രോഗികൾക്ക്, ഒരു പ്രാവശ്യം ഡയാലിസിസ് പേഷ്യൻസിന്, ഒരു പ്രാവശ്യം മാനസിക രോഗികൾക്ക്, അല്ലെങ്കിൽ ഓർഫനേജ് പണിയാൻ, എല്ലാം സമൂഹത്തിൽ നന്മ വരണം. നാമഹേതുക തിരുനാൾ പോലും ഒരാഘോഷത്തെക്കാളുപരി ഒരു അനുഭവം, ഒരു ജീവിക്കുന്ന സാക്ഷ്യം അനുഭവമായിട്ട് മാറണം. ആ രീതിയിലാണ് നമ്മുടെ തിരുമേനിമാർ നമുക്ക് മാർഗദീപങ്ങളായിട്ട് നമ്മുടെ മുൻപിൽ അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വലിയ സന്തോഷവും നമുക്ക് വലിയ അഭിമാനവും. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം മലങ്കര കത്തോലിക്ക സഭയെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. നമുക്കൊത്തിരി സാധ്യതകളുണ്ട്. അച്ഛൻ ഈ പറഞ്ഞതിൻ്റെ ഒരു പടി കൂടി മുന്നോട്ട് പോകുമ്പോൾ ആ സാധ്യതകൾ പൂർത്തീകരിക്കപ്പെടും. എന്നാൽ അതിനൊപ്പം തന്നെ ഏത് ഒരു നല്ല പ്രവർത്തനത്തിനും ചില വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട്, നമുക്ക് ചലഞ്ചസ് ഉണ്ടാകാറുണ്ട്. സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ സാമൂഹിക പ്രേക്ഷിത വിഭാഗത്ത് നമ്മൾക്ക് ഒരു നൂതന ആഭിമുഖ്യങ്ങൾ, അത് എത്രമാത്രം നൂതനമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ഒരു സന്നദ്ധ പ്രവർത്തനം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കാരണം ഒരു ഷെയറിങ് കമ്മ്യൂണിറ്റീസ്, പങ്കുവയ്ക്കുന്ന സമൂഹമായിട്ട് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ഇടവകകളെ, നമ്മുടെ ദൈവജനത്തെ നമ്മൾ രൂപപ്പെടുത്തണം. ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അതാണ്. പണ്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്രോജക്റ്റ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് വലിയ പ്രതിസന്ധികളുണ്ട്. വെളിയിൽ നിന്ന് കിട്ടാമെന്ന് വെച്ചാൽ പോലും നമ്മുടെ രാജ്യത്ത് അതിന് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കള്ളത്തരം കാണിക്കുന്നവർ പിടിക്കപ്പെടണം, അതിനകത്ത് ഒരു തർക്കവുമില്ല, നമ്മളതിനോട് യോജിക്കുന്നു. പക്ഷേ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയും കൂടെ വേണം. അതൊരു വെല്ലുവിളിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും നമ്മുടെ ആളുകളെ സന്നദ്ധ പ്രവർത്തനം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, വോളണ്ടിയറിങ് നമ്മൾ ശ്രദ്ധിക്കണം ഒന്നതാണ്. അതുപോലെ ഷെയറിങ് കമ്മ്യൂണിറ്റീസ് ഉള്ളത് ചെറിയ നന്മ ആണെങ്കിൽ പോലും അങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹാംഗങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. മൂന്നാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത്
സംവാദത്തിലേർപ്പെടുക. നമ്മൾ അച്ഛൻ പറഞ്ഞതുപോലെ വെല്ലുവിളി ഉള്ള മേഖലകളുണ്ട്, നമ്മുടെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. നമുക്കവരോടൊന്നും വഴക്കില്ല. നമ്മുടെ മാർഗം സംവാദമാണ്, ഡയലോഗ്. അപ്പോൾ ഡയലോഗിലൂടെ വികസനം നേടിയെടുക്കുക, അവകാശങ്ങൾ സംരക്ഷിക്കുക. അത് ഈ വരുന്ന ആളുകളിൽ നമുക്കൊരു വലിയ തുറവിയായിട്ടും ഒരു ഓപ്പണിംഗ് ആയിട്ടും നമ്മുടെ മുന്നിലുണ്ടെന്നുള്ളതാണ്. ഭാവ തിരുമേനിയൊക്കെ ഒരു ഡയലോഗിൻ്റെ ആൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ പ്രകടമായിട്ട് തെളിവൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ സർക്കാർ നമുക്ക് ഈ OBC നമ്മുടെ നാടാർ കമ്മ്യൂണിറ്റീസിനൊക്കെ കിട്ടുന്ന വഴിയായിട്ടൊക്കെ ആ മേഖലയിൽ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയി, നമ്മുടെ പിതാക്കന്മാരും സഭയായിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ ഒരു ചലഞ്ച് അതാണ്. ഇങ്ങനെ ഈ ലഭിക്കുന്നത് സ്വീകരിക്കുക, അത് ഉപയോഗിക്കുക എന്നതിലുപരി ലഭിക്കുന്നത് സ്വീകരിച്ച് പങ്കുവയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറണം. ഒരു പുത്തൻ ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതൊരു ആശയമായിട്ട് മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ശരിക്കും പറഞ്ഞാൽ ഒരു ഇംപ്ലിമെൻറ്റിങ് റോളിൽ നിന്ന് മാറി ഒരു ഫെസിലിറ്റേഷൻ റോൾ, അങ്ങനെ പറയാം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിർവഹണ ഏജൻസിയായിട്ട് മാത്രം ലിമിറ്റ് ചെയ്യാതെ, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വിതരണക്കാർ മാത്രമാകാതെ ഇനിയുള്ള കാലങ്ങളിൽ ആ ഒരു പക്വതയിലേക്ക് നമ്മൾ എത്തിയതായിട്ട് തോന്നുന്നുണ്ടോ അച്ഛന്? ഫെസിലിറ്റേറ്റ് ചെയ്യുക, നമ്മൾ ആ പ്രോസസ്സിലാണ്. ആ പ്രോസസ്സിലാണ്. അതായത് നമുക്കിപ്പോൾ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എവിടെയെല്ലാം വീടിന് സാധ്യതകളുണ്ടോ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, ഫെസിലിറ്റേറ്റ് ചെയ്യും. സർക്കാരിന് വീടിന് പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ MP ഫണ്ട്, MLA ഫണ്ട്, പഞ്ചായത്ത്, അല്ലെങ്കിൽ കൃഷിഭവൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്, അവിടേക്ക് ആളുകളെ നമ്മുടെ സഭ അത് വലിയൊരു മാതൃകയാണ്. നമ്മുടെ ക്ലിമിസുദാവിൻ്റെ നേതൃത്വത്തിൽ 2500ഓളം വീടുകൾ വെച്ച് കൊടുക്കുകയും അതിനൊപ്പം തന്നെ ഈ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ ഫെസിലിറ്റേറ്ററായിട്ട് ഇരുന്നു കൊണ്ട് അതിലേറെ വീടുകൾക്ക് സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതെ, ഫെസിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുത്ത് അതോടൊപ്പം മറ്റ് വികസന ഏജൻസികളുമായിട്ട് സഹകരിച്ച് അപ്പോൾ നമുക്കതിൻ്റെ ഇരട്ടി നന്മ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ സാധ്യത പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റേഷൻ റോൾ ഈ കാലഘട്ടം നമുക്ക് ഒത്തിരി നിർവഹിക്കാനുണ്ട്. നമ്മുടെ സഭ ആ രീതിയിലാണ്, ആ പ്രോസസ്സിലാണ് നമ്മുടെ രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊരു ആശാവകമായിട്ടുള്ള ഒരു പ്രവൃത്തിയുമാണെന്നുള്ളതാണ് എൻ്റെ എളിയ നിഗമനം. അച്ഛാ, വളരെ സുദീർഘമായ ഒരു സെഷനായിരുന്നു ഇത്. എങ്കിലും ഒരു അവസാന ഒരു ചിന്ത കൂടി അച്ഛനിൽ നിന്ന് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛൻ വലിയ സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണ്. 25 വർഷക്കാലം അച്ഛൻ്റെ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഈ സമയത്തും ഇതിനിടയ്ക്ക് അച്ഛൻ ഒരുപക്ഷെ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കാത്ത മേഖലകളിൽ ഒന്നുമില്ല. ആരോഗ്യമാകട്ടെ, അച്ഛൻ ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും അച്ഛൻ പ്രവർത്തിച്ചു. എന്നാൽ ഇപ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഏറ്റവും പുതിയ രൂപതയായ പാറശാല രൂപതയിൽ അവിടുത്തെ സാമൂഹ്യക്ഷേമ വിഭാഗമായ ക്ഷേമയുടെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. വലിയ സേവനങ്ങൾ ചെയ്തിട്ട് ഈ ഒരു ചെറിയ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അച്ഛൻ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? ഇനി എങ്ങനെയാണ് അച്ഛൻ്റെ മുന്നോട്ടുള്ള ഭാവി പരിപാടികൾ? ബഹുമാനപുരസരം എനിക്കതിന് മറുപടി പറയാനുള്ളത്, ഒരു വൈദികൻ്റെ ശുശ്രൂഷയിൽ വലുതെന്നോ ചെറുതെന്നോ ഇല്ല. അയാൾ ചെയ്യുന്നതെല്ലാം വൈദിക ശുശ്രൂഷയാണ്. അതേത് രൂപതയിലാണ്. ഞാനിപ്പോൾ സഭയായിട്ടാണ് ചിന്തിക്കുക. എൻ്റെ സഭയിൽ അത് പാറശാലയിൽ നിന്നോ ബത്തേരിയിൽ നിന്നോ തിരുവല്ല എന്നോ എവിടെയാണ് തിരുമേനിമാർ പറയുന്ന ശുശ്രൂഷ ഏറ്റെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഞാൻ നിർവഹിക്കും. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ KCBCയുടെ ഫോറത്തിലായിരുന്നു. ഫോറം എന്ന് പറഞ്ഞാൽ 32 രൂപ കോർഡിനേറ്റ് ചെയ്യുന്ന ഓഫീസാണ്. അവിടുന്ന് മാറിയിട്ട് ഞാനൊരു രൂപതാ ഡയറക്ടറാണ്ട് കാര്യം, വീണ്ടും താഴോട്ട് വരേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, താഴെയാണ് വലിപ്പച്ചെറുപ്പമൊന്നും നമ്മുടെ പരിഗണനയില്ല. നമ്മൾ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എവിടെയാണെങ്കിലും നമ്മൾ ശുശ്രൂഷ ചെയ്യുക. അച്ഛൻ 24 മണിക്കൂറും അച്ഛനാണ്, 365 ദിവസവും അച്ഛനാണ്. ആയുഷ്കാലം മരിക്കുന്നവരെ നമ്മൾ അച്ഛനാണ്. ഈ വൈദിക ശുശ്രൂഷ സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. പാറശാല രൂപതയിൽ വിശാലമായ സാധ്യതകളാണ് ഞാനിവിടെ കാണുന്നത്. ഒന്ന്, നല്ല വളരെ ലാളിത്യത്തോട് ജീവിക്കുന്ന, നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ യൂസേബിയസ് പിതാവിൻ്റെ ഗുരുനാഥനാണ്. പിതാവിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്.
പാറശാല രൂപതയിൽ നമ്മളെല്ലാം നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ചെറുചെറുക്കുള്ള വൈദികരാണ്, എന്തിനും പോരുന്ന വൈദികരാണ്. അത് അവിടുത്തെ ഒരു നല്ല സ്ട്രെങ്താണ്. നല്ല യുവജന സുഹൃത്തുക്കൾ, ഈ നമ്മൾ വോളണ്ടിയർസൊക്കെ പറഞ്ഞപ്പോൾ അച്ഛാ ഞാൻ വരാം, നമ്മുടെ രൂപതയ്ക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് എത്രയോ പേരാണ് മുന്നോട്ട് വരുന്നത്. പിന്നെയും നമ്മുടെ രൂപതയിൽ പാറശാലയിൽ ഒത്തിരി പാവങ്ങളുണ്ട്, ഒത്തിരിയും പാവങ്ങളുണ്ട്, ഒത്തിരിയും കൂലി വേല ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരെ സമുദ്രിക്കേണ്ടത് നമ്മുടെ സഭയുടെ ഒരു പൊതുവായിട്ടുള്ള ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് സഭയായിട്ട് തന്നെ ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ട് വരണം. അത് നമുക്ക് വിശാലമായ മിഷൻ മേഖല തുറന്നു തരുന്നുണ്ട്. അതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നു. സാമൂഹിക വികസന ഇടപെടലുകൾക്ക് എല്ലാ സാധ്യതയും അവിടെയുണ്ട്. അതിൽ എന്നാൽ കഴിയുന്ന എളിയ ശുശ്രൂഷ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ശുശ്രൂഷ നിർഭരമായ 25 വർഷങ്ങൾ മുഴുവനും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി അച്ഛൻ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അത് തുടരുകയും ചെയ്യുന്നു. ജൂബിലിയുടെ ഈ നിറവിൽ ഇനിയും 25 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 50-ാം വർഷത്തെ ജൂബിലി ആഘോഷിക്കുമ്പോഴും ഇതിലേറെ ചുറുചുറുക്കോടുകൂടി ഇതുപോലെ മറ്റൊരു എപ്പിസോഡിൽ ഹൃദയപൂർവ്വത്തിൽ അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. 2 എപ്പിസോഡുകൾ നിറഞ്ഞു നിന്ന് ഈ പ്രേക്ഷകരോട് തൻ്റെ സാമൂഹിക സേവന പ്രതിബദ്ധതയും ചിന്തകളും പങ്കുവച്ച പ്രിയപ്പെട്ട ജോർജ് വെട്ടിക്കാട്ടിൽ അച്ഛന് മലങ്കര കാത്തലിക് ടിവിയുടെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. നന്ദി.